ദൈവം നമ്മെ സന്ദർശിക്കുന്നു. ഗോഡ് വിൽ വിസിറ്റ് അസ്. വളരെ ആശ്വാസപ്രദമായ ഒരു വാക്യമാണ് ദൈവം നമുക്ക് തരുന്നത്. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നതാണ്, വിളിച്ചു പറയുന്നത്. ഹോശയ്യായ്ക്കകത്തെ 6-ാം അധ്യായത്തിനകത്താണ് ആ വാക്യം കിടക്കുന്നത്. അതിങ്ങനെയാണ്: വരുവീൻ, യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവനാണ് കടിച്ചു കയറുന്നത്, പിശാചിനൊന്നും കഴിവൊന്നുമില്ലെന്ന്. ദൈവം അനുവദിച്ചാൽ നമുക്ക് ബലഹീനതയും വരത്തുള്ളൂ. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. കരുണയുള്ള ഒരു ദൈവമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് ഹോശയ്യ എന്ന് പറയുമ്പോൾ, ഈ ഹോശയ്യ ബുക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, പിന്നെ കർത്താവ് ഒരു വേശ്യയായൊരു സ്ത്രീയെ കൊണ്ട് ദൈവത്തിനെതിരായിട്ട് ഇസ്രായേൽ ജനത ബാൽ വിഗ്രഹങ്ങളുടെയും മാലാഖിൻ്റെയും ഒക്കെ പുറകെ പോയപ്പം ദൈവത്തിന് സങ്കടം തോന്നിയിട്ട് ഒരു പ്രവാചകനോട് പറഞ്ഞിട്ട്, നീ പോയി ഒരു വേശ്യയെ വിവാഹം കഴിച്ചിട്ട് അവിടെ കൂടെ ജീവിക്കാൻ പറയുന്ന ഒരു ഭാഗമാണ് ഈ ഹോശയ്യ ബുക്ക്. ഹോശയ്യ വായിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം എത്ര വേശ്യയാണെങ്കിലും അവളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് വീണ്ടും വീണ്ടും പരിപാലിക്കുന്നതാണ്. അപ്പം ദൈവം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജനത എന്നെ വിട്ടിട്ട് അന്യദേവന്മാരുടെ പുറകെ പോയിരിക്കുകയാണ്. അവരെ ആത്മീക വ്യഭിചാരം ചെയ്തിരിക്കുകയാണ്. ഞാൻ അവരെ ഓർത്ത് ദുഃഖിക്കുകയാണ്. എന്നാലും ഞാൻ ആളുകളെ വിട്ടയച്ച് അവരെ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുക. അതാണ് പ്രവാചകന്മാരെ പല പ്രാവശ്യം അയക്കും. ഹോശയ്യ ചെയ്യുന്നു, ഹോശയ്യ അനുസരിക്കുകയാണ്. അപ്പം ഹോശയ്യയോട് പറയുന്നത് വെച്ചാൽ ഹോശയ്യ അനുസരിക്കുന്നത്. ഈ സ്ത്രീ പല പ്രാവശ്യം പോവുകയും തിരികെയും വരുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാലും ഒരു വേശ്യാവൃത്തിയും അതിലല്ല ദൈവം പ്രസക്തി കൊടുത്തത്. ദൈവം പറയുന്നത്, എൻ്റെ ജനത ആത്മീയമായ വ്യഭിചാരം ചെയ്തിരിക്കുന്നു. നമ്മൾ സത്യദൈവത്തെ വിട്ടുമാറുന്നു. 1-ാം കൽപ്പന അതാ, നമ്മുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ ആരാധിക്കുക. സത്യദൈവം അല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകരുത്. അവനെ വേറൊരു വിഗ്രഹങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കരുത്. വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രൂപം ഉണ്ടാക്കി വെച്ചു, പക്ഷേ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും വിഗ്രഹങ്ങളാക്കി മാറ്റാം. ഇതൊന്നും അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. കർത്താവിന് പൂർണ്ണ സ്ഥാനം കൊടുത്തിട്ട് എന്ത് വന്നാലും എൻ്റെ ദൈവത്തിനാണ് ഇവിടെ സ്ഥാനമെന്ന് പറയാനുള്ള ആത്മാവ് നമുക്ക് വരണം. ഇപ്പം നമ്മൾ ഈ മണിപ്പൂരിലൊക്കെ കാണുന്നില്ല, എന്തുമാത്രം വിശ്വാസികളെ തീയിട്ട് കൊല്ലുന്നു. അതൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ട് സംഭവിക്കുകയാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ മനുഷ്യൻ്റെ ഹൃദയ കാഠിന്യം. പിന്നെ ഒന്നുണ്ട്, എവിടെ ഹാബേലിൻ്റെ രക്തം വീഴുന്നോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനം വരും. നമുക്ക് സങ്കടമുണ്ട്, ദൈവം എന്തോ കാണാതെ അത് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ പറയും, ഞാൻ ഒന്ന് മാത്രം ആലോചിച്ചിട്ട് പറയും, കർത്താവേ, ഇവരെയൊക്കെ ഈ ചുട്ടുകൊല്ലുന്ന സമയത്ത് നിൻ്റെ കരുണയും കൃപയില്ലെങ്കിൽ എങ്ങനെ അത് ഫേസ് ചെയ്യും? കർത്താവിൻ്റെ കരുണ അല്ലാതെ കർത്താവിൻ്റെ ശക്തമായ കവചം അവിടെ നിന്നില്ല എങ്കിൽ അവർക്കതായിരിക്കണം അവരെക്കുറിച്ച് ഉദ്ദേശിച്ച ദൈവം അറിയാതെ അല്ല അതും സംഭവിക്കുന്നത്. പക്ഷേ ദൈവം അവിടെ ഒരു റിവൈവൽ, ദേശത്തെ ജാതികളെ ദൈവത്തിലേക്ക് ആക്കാൻ വേണ്ടി പലരും സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മറക്കല്ല. നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ യാതനയ്ക്ക് വേണ്ടി, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ സാക്രിഫിഷ്യലായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിച്ചില്ല എങ്കിൽ ദൈവം നമ്മളോടും ചോദിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരെ. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലാം. എന്താണ്, ഇതുവരെയും വഴി തെറ്റിപ്പോയി, ഇനിയിപ്പം നമുക്ക് വേറെ ആശ്രയമില്ല, നമുക്ക് തിരിച്ചു ചെല്ലാം. അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് അവർക്കൊരു ബോധം വന്നു, ദൈവം തമ്പുരാൻ തന്നെയാണ് എന്നെ കടിച്ചു കീറിയതും ദൈവമാണ് വഴി അടച്ചതെന്ന് മനസ്സിലായി. ഇപ്പം തിരിച്ചു എല്ലാം വിളിക്കുകയാണ്. നമ്മളോട് ഇത് പറയുമ്പോൾ ഓർക്കണം, സങ്കീർത്തനം 53 തൊട്ട് 58 വരെയുള്ള വാക്യം വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഹോശയ്യ എടുത്ത് തരുന്നത്. അപ്പോൾ 53 തുടക്കം ഇങ്ങനെയാണ്: ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ നമ്മളിൽ ആരിലൊക്കെയോ മൂഢത്വം ഉണ്ട്. സങ്കടമല്ലേ? നമ്മൾ മൂഢരാണ്. എല്ലാ ഏരിയയിലാണെന്നില്ല കേട്ടല്ലോ. ചിലപ്പോൾ ചില ഹിഡൻ ഏരിയാസ്, ചില ബലഹീന ക്യാരക്ടേഴ്സ് നമ്മളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അവിടെ ആ ഒരു ഭാഗത്ത് തൊടുമ്പോഴാണ് നമ്മുടെ ഈ ബലഹീന സ്വഭാവം പുറത്തു വരുന്നത്. എല്ലാവർക്കും ബലഹീനതയുണ്ട്. കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി എന്നാണ് റോമർക്ക് എഴുതിയ ലേഖനം 3:23. പിന്നെ ദൈവം തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുക്കുന്നു നമ്മളെ പഠിപ്പിക്കുന്നു. അത് ശരി തന്നെ. പക്ഷേ പാപമില്ലാത്തവരാരുമില്ല. അപ്പോൾ ഈ പാപ സ്വഭാവം നമ്മളെ കർത്തൃത്വം ചെയ്യാൻ അനുവദിക്കരുത്. അതാണ് പറയുന്ന പോയിന്റ്. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ സന്ദർശിച്ചിരിക്കുന്നു, നിൻ്റെ ബലഹീനത എനിക്ക് വിട്ടുക. ഏത് സ്വഭാവമാണ്? പലരും എന്നെ കേൾക്കുന്നവർക്ക് അഴുക്ക് സ്വഭാവങ്ങളുള്ളവരുണ്ട്. പലരുടെ പിക്ചർ എൻ്റെ മുമ്പിൽ വരുന്നു. ആ സ്വഭാവങ്ങൾ ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുക്കുക.
സ്വന്തം കഴിവിൽ സ്വന്തം കുടുംബത്തെ മറന്നു നടക്കുന്നവരുണ്ട്. ബലഹീന മറന്നു പോയിട്ട് ദൈവത്തിൻ്റെ കയ്യിലോട്ട് ആ മറവി കൊടുത്തിട്ട് സുബോധത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചെടുക്കുക. കള്ള് കുടിക്കാതെ ജീവിക്കാൻ വയ്യാത്തവരുണ്ട്, തിരിച്ചു കൊടുക്കുക ആ സ്വഭാവങ്ങൾ. മ്ലേച്ഛത ചെയ്യുന്നവരുണ്ട്, തിരിച്ചു കൊടുക്കുക. വേണ്ട അഴുക്ക് പടങ്ങൾ കാണുന്നവരുണ്ട്, തിരിച്ചു കൊടുക്കുക. എല്ലാം ദൈവത്തിന് അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പം കർത്താവ് പറയാണ്, നീ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിന്നെ സ്ഥിരപ്പെടുത്തും. ഈ മാനസാന്തരം എന്ന് പറയുന്നത് ദൈവാത്മാവിടും. പിന്നെ പലപ്പോഴും ഒന്നും ഓർക്കാം, മാനസാന്തരപ്പെടുന്ന ചിലരുടെ വചനം കേട്ടിട്ടായിരിക്കും. ഒരുപക്ഷെ എൻ്റെ വചനം കേട്ടിട്ട് ഒരാളെങ്കിലും മാനസാന്തരപ്പെട്ടെങ്കിൽ സ്വർഗത്തിൽ അതൊരു വലിയ, ഒരു പാപി രക്ഷിക്കപ്പെട്ടാൽ ഒരാത്മാവിൻ്റെ വില ഭൂമിയിലുള്ള സകലത്തിനെക്കാട്ടിലും വിലയുണ്ടെന്ന് ദൈവം പറയുന്നു എങ്കിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ അത് വലിയ കാര്യം. അങ്ങനെ എല്ലാ ദിവസവും ഓരോരുത്തർ രക്ഷപ്പെട്ടാൽ ഭൂമി മുഴുവനും നന്മ കൊണ്ട് നിറയുമല്ലോ. അപ്പം ദൈവം പറയുകയാണ്, ദൈവം ഇവിടെ ഇരിക്കുന്നത് യാഗത്തിലല്ല, ദൈവം ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കണം. യാഗത്തിലല്ല, ദൈവം ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിൽ ഞാൻ പ്രസാദിക്കുന്നു. അപ്പോൾ വചനം എന്തുമാത്രം വായിക്കണം എന്നല്ലേ പറയുന്നത്. അതുകൊണ്ടാണല്ലേ യഹൂദന്മാർ തോറ മാത്രമേ ഒരു കാലം വരെ പഠിക്കത്തുള്ളായിരുന്നു. അവർ യൂണിവേഴ്സിറ്റിയിലൊന്നും പോയി പഠിക്കുകയില്ല. തോറ ഇരുന്ന് വായിച്ചു. അങ്ങനെയാണ് പല യഹൂദന്മാർ, ഐൻസ്റ്റീൻ, അങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റീൻ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഈ വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ ഈ വലിയ ഡിസ്കവറീസ് എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഹിഡൻ സീക്രട്സ് ഉണ്ട്. അത് പല പ്രാവശ്യം തട്ട് അടുത്ത് ഇറങ്ങി പഠിക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. അത് പഠിക്കാൻ സമയമെടുക്കണം. ദൈവത്തിൻ്റെ ഈ വചനത്തിനകത്ത് ജ്ഞാനവും പരിജ്ഞാനവും ലഭിക്കുന്ന നമുക്ക് ബോധം വരണം. ചുമ്മാ കുറേ 5 വർഷം നമ്മളല്ലേ 3 വർഷം പോയി പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം സന്തോഷം. പക്ഷെ ദൈവം അതല്ല ഉദ്ദേശിക്കുന്നത്. ജീവിതമാർഗത്തിന് വേണ്ടി എന്തെങ്കിലും പഠിക്കണം. പക്ഷെ ജീവിതമാർഗം ക്രിസ്തുവിൽ നിന്നാണ് ആദ്യം ഉറവ വരേണ്ടതെന്ന് നമ്മൾ അറിയണം. അവനെ വിട്ടിട്ടുള്ളത് നമ്മൾ ചെയ്യാനിടയാകരുത്. യാഗത്തിലും എല്ലാ ദൈവനും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനം ഞാൻ എന്നാൽ അവർ ആദം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു, അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. ആദവും വിശ്വാസത്തിൻ്റെ പാതം, ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും മാറിപ്പോയി ആദം. ആദത്തിന് പറയാറുന്നല്ലോ, അവ എല്ലാ ദിവസവും എന്നോട് പറയുന്നുണ്ട് ഈ നന്മതിന്മയുടെ ഫലം കഴിക്കാൻ. അവളെന്നും എന്നോട് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാറുന്നല്ലോ. സോ ദ കമ്മ്യൂണിക്കേഷൻ വാസ് ലോസ്റ്റ്. അതുതന്നെയല്ലേ എപ്പോഴും അപ്പനും മക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഭാര്യ ഭർത്താക്കന്മാരുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. നമ്മുടെ അധികാരികളും ജോലിക്കാരും എല്ലാവരും മെഷീൻ പോലെ. ഇനിയിപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടെ വരുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ വിലയില്ല. അവൻ പറയുന്ന പോലെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിൽ ഡിസ്ട്രോയ് ഹ്യൂമൻ കൈൻഡ്. അത് മനുഷ്യനെ ഇല്ലാതാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് ദൈവം വരുമെന്ന് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്, യഹൂദയെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ആരാ സ്ഥിതി മാറ്റുന്നത്? ദൈവം. ഇസ്രായേൽ ഗൃഹത്തിൽ ഞാൻ ഒരു ഭയങ്കര കാര്യം കണ്ടിരിക്കുന്നു. അവിടെ എഫ്രയീം പരസംഗം ചെയ്തു, ഇസ്രായേൽ മലിനമായിരിക്കുന്നു. ദൈവം പറയാണ്, എൻ്റെ ജനത എന്നിൽ നിന്ന് മാറി, എന്നാലും ദൈവം ഒരു രക്ഷിതഗണത്തെ സൂക്ഷിക്കുക. യഹൂദയെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. നമ്മൾ ദൈവത്തിൽ ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അത് സംശയമില്ലാത്ത സത്യമാണ്. തിരിച്ചു വാ. ഇവിടെയാണ് ഇത് വായിച്ചു കഴിയുമ്പം കർത്താവ് പറയുന്നത് യെശയ്യാ 35 എടുത്ത് വായിക്കണമെന്ന്. ഇത് ദൈവം ചുമ്മാതെ ആത്മാവിൽ ഇങ്ങനെ പറയുന്നതിന് ചുമ്മാതല്ല, ദൈവം വളരെ സീരിയസ് ആയിട്ട് നമ്മളോട് ലാഘവമായിട്ട് പറയുന്നു. നമ്മളതിൻ്റെ സീരിയസ്നെസ് എടുത്ത് പ്രാർത്ഥിച്ച് വായിച്ചാൽ നമുക്കത് പ്രയോജനമാകും. ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോന്ന് ചെവിയിൽ കൂടെ. അത് വലിയൊരു ശക്തമായ പ്രവർത്തനമാണ്. ചിലപ്പോൾ നല്ലതായിട്ട് സംഭവിക്കും. ഞാനതിൻ്റെ ഒരു ഭാഗം മാത്രം വായിക്കാൻ പോവാണ്. യെശയ്യാ 35 എല്ലാവരും വീട്ടിൽ ഇരുന്ന് വായിച്ചെടുക്കുക. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെയാകും. അത് മനോഹരമായി പൂത്ത ഉല്ലാസത്തോടും കോശത്തോടും കൂടി ഉല്ലസിക്കും. ലെബനോൻ്റെ മഹത്വവും കർമ്മേൻ്റെയും ശാരോൻ്റെയും ശോഭ അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. അതാണ് മരുഭൂമിയായിട്ടിരിക്കുന്ന സ്ഥലം അനുഗ്രഹ പൂന്തോട്ടമാക്കി പനിനീർ പുഷ്പം കൊണ്ട് അനുഗ്രഹം കൊണ്ട് നിറച്ചെടുക്കുമെന്ന് ദൈവം പറയുകയാണ്. പിന്നെ അവസാനത്തെ ഭാഗ്യം പറയുന്നത് വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി, ഒരു മടക്കയാത്രയാണ്. കേട്ടോ, ഹോസേയായി തുടങ്ങി മടക്കയാത്രയാണ്. ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. സിയോൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യമാണ്. നിത്യാനന്ദം അവരുടെ എന്നുമുള്ള സന്തോഷം ദൈവം തരുമെന്ന് വേദപുസ്തകം പറയുന്നു. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. എന്ത് വേണം? ഇതിൽ കൂടുതൽ എന്താ വേണ്ടിയത്?
ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുക അപ്പച്ച. യു ഹാവ് സീൻ അസ്, നീ ഞങ്ങളെ കണ്ടെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ നന്മ കൊണ്ടല്ല, വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങൾ എടുത്ത് വായിച്ച് കുറേ നേരം അതിനകത്തിരുന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ നിൻ്റെ ആത്മാവ് പറഞ്ഞ് നീ ഞങ്ങളെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളിലുള്ള പാപസ്വഭാവത്തെ എടുത്തു കളഞ്ഞിട്ട് ശുദ്ധിയുള്ളവരാക്കാൻ നിൻ്റെ രക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ വിളിക്കുമ്പോൾ വിളി കേട്ടിട്ട് ഓടി വരാനുള്ള ആത്മാവ്, അനുസരണത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഭർത്താക്കന്മാർക്ക് ഇട്ടുതരണേ. അനുസരണം ബലിയെക്കാട്ടി നല്ലതാണ് നീ പറയുന്നുണ്ട് കർത്താവേ. അതിനാൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നിൻ്റെ വിശുദ്ധ രക്തം കൊണ്ടും വെള്ളം കൊണ്ടും ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഉത്തരം തരുന്നത് ഞങ്ങൾ വാങ്ങിച്ചെടുത്തിട്ടേ പോകത്തുള്ളൂ. കൃപയുടെ ആത്മാവ് തുറന്നിരിക്കുന്നതിന് സ്തോത്രം. കൃപയുടെ യുഗമാണ് കർത്താവേ. സ്വർഗത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറന്ന് വെച്ചിരിക്കുന്നത് ഞങ്ങൾ കയറി വന്ന അധികാരത്തോടെ ദൈവത്തിൽ നിൻ്റെ കയ്യിൽ നിന്ന്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ദൈവം തരുന്നത് വാങ്ങിച്ചെടുത്ത് ഞങ്ങൾ ഭൂമിയിലേക്ക് തിരിച്ച് കടന്നു വന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും പകർന്നു കൊടുക്കാൻ അനുവദിച്ചാട്ടെ. ഈ മണ്ഡലം, സ്വർഗീയ മണ്ഡലത്തിന് ഒരു കുറവുമില്ലല്ലോ. അത് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിന് നന്ദി. യേശു ക്രിസ്തു ഉത്തരം തന്നതിന് നന്ദി പറയുന്നു. തലമുറയായിട്ട് പ്രവർത്തിക്കുന്ന ദൈവം കുടുംബങ്ങളെ ഐശ്വര്യമായിട്ട് നടത്താൻ അപ്പച്ചൻ കാര്യം ഏറ്റെടുത്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. നാഥ, അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനായിട്ട് വന്നതിന് നന്ദി. പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുന്നതിന് സ്തോത്രം. ഏറ്റവും വലിയ കാര്യസ്ഥനായിട്ട് പരിശുദ്ധാത്മാവ് നിൽക്കുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.